الحمد لله الواحد القهار وأشهد أن لا إله إلا الله وحده لا شريك له مقلب القلوب والأبصار وأشهد أن سيدنا ونبينا وحبيبنا محمدا عبده ورسوله المصطفى المختار صلى الله عليه وعلى آله الطيبين الأطهار وعلى جميع أصحابه الأبرار ومن سار على نهجهم واهتدى بهديهم إلى يوم القرار اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു തആല അവൻ്റെ അടിമകളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം തൗബയും ഇസ്തിഗ്ഫാറും നിർവഹിക്കണം എന്നതാണ്. അല്ലാഹു തആല ഗഫ്ഫാറാണ്, പാപങ്ങൾ അധികമായി പൊറുക്കുന്നവനാണ്. ഗഫൂറാണ്, റഹീമാണ്. ഗാഫിരിൽ ദംബി വഖാബിലിൽ തൗബി ശദീദിൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. സൂറത്ത് ഗാഫിർ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞത്. പാപം പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവരുമായുള്ളവൻ, കഠിനമായി ശിക്ഷാ നടപടി എടുക്കുന്നവൻ, യോഗ്യതയുള്ളവൻ, അവനല്ലാതെ ആരാധ്യനേയില്ല, അവങ്കലേക്കാണ് എല്ലാവരുടെയും മടക്കമെന്നാണ് ഖുർആൻ നമ്മെ അറിയിച്ചിട്ടുള്ളത്. നോക്കൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രത്യേകതകളിലൊന്ന് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്നറിയിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, വ ഇന്നി ല അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ, തീർച്ചയായിട്ടും ഞാൻ അള്ളാഹുവിനോട് ഒരു ദിവസത്തിൽ 100 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്, പൊറുക്കലിനെ തേടാറുണ്ട് എന്നാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്ര തവണ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം? അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നമുക്ക് 2 നാമങ്ങൾ ധാരാളമായി ആവർത്തിച്ചു വന്നതായി കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിൽ. അൽ ഗഫൂറുർ റഹീം, ഗഫൂറുൻ ഹലീം എന്നതാണ് ആ 2 എണ്ണം. കരുണാവാരിധിയായുള്ളവൻ, പാപങ്ങൾ പൊറുക്കുന്ന കരുണാവാരിധിയായവൻ, പാപങ്ങൾ പൊറുക്കുന്ന ഹലീമായ സഹനമുള്ളവൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. കാരണം അവൻ്റെ അടിമകളോട് അല്ലാഹു തആല പ്രോത്സാഹിപ്പിക്കുകയാണ് പാപങ്ങൾ പൊറുക്കലിനെ ചോദിക്കുവാനും അല്ലാഹു തആല പൊറുത്തു കൊടുക്കുമെന്നും അവൻ ക്ഷമിക്കുമെന്നും ആ കാര്യങ്ങളെ ക്ഷമിക്കുമെന്നുമൊക്കെ തൻ്റെ അടിമകളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന് കീഴ്പ്പെടുന്നതിലൂടെ അവന് അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുവാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും കാരണമാകുന്നു. അതുപോലെ പാപങ്ങൾ വെടിയുകയും നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുകയും ഇസ്തിഗ്ഫാറുകളും തൗബയും അധികരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസി നിർവഹിക്കേണ്ട കാര്യം. പടച്ചതമ്പുരാൻ സൂറത്തുൽ ബഖറയിൽ 199-ാമത്തെ ആയത്തിൽ പറയുന്നു, വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുക, തീർച്ചയായിട്ടും അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു എന്നാണ്. വീണ്ടും അല്ലാഹു തആല പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സൂറത്ത് ആലി ഇംറാൻ 133-ാമത്തെ ആയത്തിൽ പടച്ചതമ്പുരാൻ പറയുന്നത്, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് അന്യോന്യം ധൃതി കൂട്ടി വരികയും ചെയ്യുവിൻ.
ഒരു സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കൂട്ടി വരിക. അതിൻ്റെ വിസ്താരം ആകാശങ്ങളും ഭൂമിയും കൂടിയ അത്രയാകുന്നു. അത് സൂക്ഷ്മത പാലിക്കുന്നവരായ ഭയഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു. വീണ്ടും അല്ലാഹു തആല സൂറത്ത് മാഇദ 74-ാമത്തെ ആയത്തിൽ പറയുന്നു, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു വല്ലാഹു ഗഫൂറുർ റഹീം. അവർ അള്ളാഹുവിലേക്ക് എന്തുകൊണ്ട് പൊറുക്കലിനെ പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല, അവനോട് പൊറുക്കലിനെ തേടുന്നില്ല? അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു, പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാനാകുന്നു എന്ന് പടച്ച തമ്പുരാൻ വ്യക്തമാക്കി. അതുപോലെ അല്ലാഹു തആല അവൻ്റെ അമ്പിയാക്കന്മാരെയും സച്ചരിതരായ അടിമകളെയും എടുത്തു പറഞ്ഞത്, പുകഴ്ത്തി പറഞ്ഞതിൻ്റെ ഒരു കാരണം അവർ പാപങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാകുന്നുവെന്നാണ്. ധാരാളം ആയത്തുകളിൽ അള്ളാഹു അക്കാര്യം പറയുന്നുണ്ട്. വകഅയ്യം മിൻ നബിയ്യിൻ قاتل معه الربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين. എത്രയോ നബിമാരാണ്, അവരോടൊപ്പം ധാരാളം റിബ്ബികൾ പുണ്യപുരുഷന്മാർ യുദ്ധം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് ആപത്ത് ബാധിച്ചതിനാൽ അവർ അധൈര്യപ്പെട്ടിട്ടില്ല, അവർക്ക് ദൗർബല്യമുണ്ടായതുമില്ല, അവർ ശത്രുവിന് ഒരുങ്ങിക്കൊടുത്തതുമില്ല. അള്ളാഹുവാകട്ടെ ക്ഷമിക്കുന്നവരെ സ്നേഹിക്കുന്നു. വമാ കാന ഖൗലുഹും ഇല്ലാ അൻ ഖാലൂ റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അവരുടെ വാക്ക് അവർ ഇങ്ങനെ പറയലല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങളെയും ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ അതിര് കവിയലിനെയും നീ ഞങ്ങൾക്ക് പൊറുത്തു തരയണമേ. ഞങ്ങളുടെ കാലടികളെ പതറാതെ ഉറപ്പിച്ചു തരികയും സത്യനിഷേധികളായ ജനങ്ങളുടെ മേൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഫാതാഹുല്ലാഹ് സവാബദ് ദുനിയ വഹുസ്ന സവാബിൽ ആഖിറ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു അങ്ങനെ അവർക്ക് ഇഹലോകത്തെ പ്രതിഫലവും പരലോകത്തെ നല്ല പ്രതിഫലവും നൽകി. അള്ളാഹുവാകട്ടെ നന്മ പ്രവർത്തിക്കുന്നവരെ സ്നേഹിക്കുന്നു. സൂറത്ത് ആല ഇമ്രാൻ 146 മുതൽ 148 വരെയുള്ള വചനങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അവനിലേക്കുള്ള പശ്ചാത്താപവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമുക്ക് ലഭിക്കുന്നതും എപ്പോഴാണ്? പാപങ്ങൾ വെടിയുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നന്മകളിൽ മുന്നേറുകയും ചെയ്യുമ്പോഴാണ് അതുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല പറയുന്നു, വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദാ. നിശ്ചയമായും പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും പിന്നെ നേർമാർഗത്തിൽ ചരിക്കുകയും ചെയ്തവർക്ക് ഞാൻ ധാരാളം പൊറുത്തു കൊടുക്കുന്നവനത്രേ. വീണ്ടും അല്ലാഹു തആല പറഞ്ഞു, വലാ യഅ്തലി ഉലിൽ ഫളി മിൻകും വസ്സഅതി അൻ യുഅതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വലിയഅഫു വലിയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങളിൽ ശ്രേഷ്ഠതയും നിവൃത്തിയുള്ളവർ കുടുംബ ബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാട് വിട്ടു പോന്നിട്ടുള്ളവർക്കും തങ്ങൾ കൊടുത്തു വരുന്നതിന് സത്യം ചെയ്ത് മുടക്കമുണ്ടാക്കരുത്. അവർ മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും ചെയ്യട്ടെ. നിങ്ങൾക്ക് അല്ലാഹു പൊറുത്തു തരുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അല്ലാഹുവാകട്ടെ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വീണ്ടും അല്ലാഹു തആല പറഞ്ഞു, വഅദല്ലാഹുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അലീം. അല്ലാഹു തആല സത്യവിശ്വാസികളോടും സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരോടും കരാർ ചെയ്തിരിക്കുന്നു. അവർക്ക് പാപമോചനമുണ്ടെന്നും മഹത്തായ പ്രതിഫലമുണ്ടെന്നും സൂറത്തു മാഇദ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കിയതാണ്. വീണ്ടും അല്ലാഹു തആല സൂറത്തുൽ മുൽക്കിലെ 12-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. തീർച്ചയായിട്ടും ഗൈബിൽ അദൃശ്യമായ രൂപത്തിൽ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരായ ആളുകൾ
അവർക്ക് പാപമോചനവും മഹത്തായ വലിയ പ്രതിഫലവുമുണ്ട് എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു. അതെ, ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, വരൾച്ചയെക്കുറിച്ച് ആവലാതിപ്പെട്ടു. അദ്ദേഹം ആ മനുഷ്യനോട് പറഞ്ഞു, ഇസ്തഗ്ഫിരില്ലാ, നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, ദാരിദ്ര്യമുണ്ട് എന്ന് പരാതിപ്പെട്ടു. അപ്പോഴും ആ മനുഷ്യരോടും അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. മറ്റൊരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ആൺകുട്ടിയെ ലഭിക്കണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ സമയത്തും ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു, നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. വേറൊരാൾ വന്നിട്ട് തൻ്റെ തോട്ടമൊക്കെ ഉണങ്ങിപ്പോയിരിക്കുന്നു എന്ന പരാതി പറഞ്ഞു. ആ തോട്ടത്തിൽ വരൾച്ച ബാധിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്തും ആ മനുഷ്യനോടും ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞത് നീ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നാണ്. ആ സമയത്ത് റബീ ഇബ്നു സബീഹ് അദ്ദേഹത്തോട് ചോദിച്ചു, ആളുകളൊക്കെ താങ്കളോട് വ്യത്യസ്ത പരാതികളുമായിട്ടാണല്ലോ വന്നിട്ടുള്ളത്. ആ സമയത്ത് എല്ലാവർക്കും താങ്കളൊരു മറുപടിയാണല്ലോ കൊടുത്തത്, എല്ലാവരോടും ഇസ്തിഗ്ഫാർ ചെയ്യാനാണല്ലോ പറഞ്ഞത്. ആ സമയത്ത് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി നൽകിയ മറുപടി, മാ ഖുൽതു മിൻ ഇൻദി ഷൈആ, ഞാൻ എൻ്റേതായി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല സൂറത്ത് നൂഹിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. സൂറത്ത് നൂഹിലെ 10 മുതൽ 12 വരെയുള്ള ആയത്ത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ കാര്യം അദ്ദേഹം, ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, നിശ്ചയമായും അവൻ വളരെ പൊറുക്കുന്നവനാണ്. എന്നാൽ നിങ്ങൾക്ക് അവൻ ആകാശത്തെ മഴയെ സമൃദ്ധമായി അയച്ചു തരികയും സ്വത്തുക്കളും മക്കളും കൊണ്ട് നിങ്ങളെ അവൻ പരിപോഷിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. ഇസ്തിഗ്ഫാറിൻ്റെ ഗുണഫലമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഖുദ്സിയായ ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞു, യാ ഇബാദി ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ وأنا أغفر الذنوب جميعا فاستغفروني أغفر لكم. എൻ്റെ അടിയാറുകളെ, നിങ്ങൾ രാവും പകലും പാപങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്, ഞാനാകട്ടെ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പൊറുക്കലിനെ ചോദിക്കുക, അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം എന്ന് അല്ലാഹു തആല പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. മറ്റൊരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞതായി നമുക്കിങ്ങനെ കാണാം, യബ്ന ആദം ലൗ ബലഗത് ദുനൂബക അനാന സമാഇ സുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക വലാ ഉബാലി. ഓ മനുഷ്യപുത്ര, നിന്റെ പാപം ആകാശം മുട്ട നിറച്ചുണ്ടെങ്കിലും പിന്നീട് നീ എന്നോട് പൊറുക്കലിനെ ചോദിച്ചാൽ ഞാൻ നിനക്ക് പൊറുത്തു തരാം, അതെനിക്കൊരു പ്രശ്നമല്ല എന്ന് അല്ലാഹു പറഞ്ഞതായി അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന അബ്ദൻ അസാബ ദംബ, ഒരു അടിമ ഒരു പാപം പ്രവർത്തിച്ചു, എന്നിട്ട് അവൻ പറഞ്ഞു, ഐ റബ്ബി അദ്നബ്തു ദംബൻ ഫഗ്ഫിർലി, അല്ലാഹുവേ ഞാനിതാ ഒരു പാപം പ്രവർത്തിച്ചിരിക്കുന്നു, എന്നോട് നീ പൊറുക്കണമേ. അപ്പോൾ അല്ലാഹു തആല പറയും, ഫഖാല റബ്ബുഹു അസ്സ വജല്ല, പ്രതാപിയായ പടച്ചതമ്പുരാൻ ഇതാ പറയുകയാണ്, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിഹി ഫഗഫറ ലഹു. ഇതാ ആ മനുഷ്യൻ, എൻ്റെ അടിമ അറിഞ്ഞിരിക്കുന്നു അവന് പാപങ്ങൾ പൊറുക്കുന്ന ഒരു രക്ഷിതാവുണ്ട് എന്ന്. അതുകൊണ്ട് അവന് അല്ലാഹു തആല പൊറുത്തു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് പിന്നീട് അവൻ കുറച്ച് നാൾ ജീവിച്ചു.
പിന്നെ വീണ്ടും അടുത്ത പാപം ചെയ്തു. എന്നിട്ട് അവൻ പറഞ്ഞു, അല്ലാഹുവേ അദ്നബ്തു ദംബൻ ഫഗ്ഫിർലി, അല്ലാഹുവേ ഞാനിതാ പാപം പ്രവർത്തിച്ചിരിക്കുന്നു, ഫഗ്ഫിർഹുലി, എനിക്കത് നീ പുറത്തു തരയണമേ. അപ്പോഴും അല്ലാഹു തആല പറയും, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, എൻ്റെ അടിമ മനസ്സിലാക്കിയിട്ടുണ്ട് അവന് പാപങ്ങൾ പൊറുക്കുന്ന ഒരു രക്ഷിതാവുണ്ട് എന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ അടിമയ്ക്കിതാ പൊറുത്തു കൊടുത്തിരിക്കുന്നു, അവനുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കട്ടെ എന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. അതായത് പാപങ്ങൾ പ്രവർത്തിക്കുന്നവർ അവരുടെ പാപങ്ങൾ പടച്ചതമ്പുരാനോട് തേടിയാൽ അല്ലാഹു തആല പൊറുത്തു കൊടുക്കുമെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് തേടുക, ഇസ്തിഗ്ഫാർ തേടുക എന്നത് പാപങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, അല്ലാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കും ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ അവരും നടത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. തങ്ങളുടെ ആരാധനകളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ വന്നാൽ അതിനുള്ള പരിഹാരവും ഇസ്തിഗ്ഫാറാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ആരാധനാകർമ്മങ്ങൾക്ക് ശേഷം ഉടനെ ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമസ്കാരം നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്താണ് പറയുക? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു, ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നുവെന്നാണ്. അതിൽ സംഭവിച്ച വീഴ്ചകൾ, അതിൽ സംഭവിച്ച കുറവുകൾ, അതിനുള്ള പരിഹാരമാണ് ആ ഇസ്തിഗ്ഫാർ എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഹാജിമാരോട് അല്ലാഹുവിൻ്റെ കൽപ്പന ഇസ്തിഗ്ഫാർ നിർവഹിക്കാനാണ്. സുമ്മ അഫീലു മിൻ ഹൈസു അഫാലന്നാസു വസ്തഗ്ഫിറുല്ലാഹ. സൂറത്തുൽ ബഖറയിൽ 199 ആയത്തിൽ കാണാം, നിങ്ങൾ ജനങ്ങൾ ഒഴുകുന്നിടത്ത് നിങ്ങളും ഒഴുകുക, ജനങ്ങൾ ഒഴുകിയിടത്തേക്ക് നിങ്ങളും ഒഴുകുക. വസ്തഗ്ഫിറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക എന്നാണ്. അതായത് മനുഷ്യന്മാർ ഒഴുകിപ്പോരുന്നിടത്തേക്ക് നിങ്ങൾ ഒഴുകിപ്പോരുക. ഹജ്ജിൻ്റെ സമയമാണ്. എന്നിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക. അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നുവെന്നാണ്. മുത്തഖീങ്ങളായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്, അവർ തങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി രാത്രി സമയത്ത് സുജൂദിലും ഖിയാമിലും, നമസ്കാരത്തിലും സുജൂദിലുമൊക്കെ കിടക്കുന്നവരാണ് എന്നും, അതുപോലെ തന്നെ അവർ പാതിരാത്രികളിൽ ഉറക്കമിളച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ് എന്നും പറഞ്ഞിട്ട് അല്ലാഹു തആല അതിനെ പുകഴ്ത്തി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരു മനുഷ്യ മനസ്സിലും ഭാവനയിൽ വരാത്തതുമായ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബില്ലസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ. സൂറത്ത് ദാരിയാത്തിലെ 15 മുതൽ 18 വരെയുള്ള ആയത്ത്. നിശ്ചയമായും ഭയഭക്തന്മാർ സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും തങ്ങളുടെ രക്ഷിതാവ് തങ്ങൾക്ക് നൽകിയതിനെ ഏറ്റുവാങ്ങിക്കൊണ്ട്. കാരണം അവർ അതിനു മുമ്പ് സുഹൃതം ചെയ്യുന്നവരായിരുന്നു. അല്പസമയമായിരുന്നു രാത്രിയിൽ അവർ ഉറങ്ങാറുള്ളത്. നിശാന്ത്യ സമയങ്ങളിലേക്ക്, രാത്രിയുടെ അവസാന സമയങ്ങളിലാകട്ടെ അവർ പാപമോചനം തേടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. നമ്മൾ സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല, ഒരു മുസ്ലിം മറ്റുള്ള തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാർ തേടാൻ ആവശ്യപ്പെട്ടവനത്രേ, അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് തന്നെ സ്വന്തത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാർ തേടുക. അങ്ങനെയാണല്ലോ അല്ലാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകളും സ്വാലിഹീങ്ങളായ അടിമകളുമൊക്കെ, പ്രവാചകന്മാരും മുർസലുകളുമൊക്കെ അപ്രകാരമാണ് ചെയ്തിരുന്നത്. അല്ലാഹു തആല പറയുന്നു, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു. സൂറത്ത് ഗാഫിർ 7-ാമത്തെ ആയത്ത്. അർശ്
രാജകീയ സിംഹാസനം വഹിക്കുന്നവരും അതിൻ്റെ ചുറ്റുപാടിലുള്ളവരും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് സ്തോത്ര കീർത്തനങ്ങൾ നടത്തുന്നു. അവർ അവനിൽ വിശ്വസിക്കുകയും വിശ്വസിച്ചവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുന്നു. അതെ, മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പാപമോചനം തേടുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന അല്ലാഹു തആല പറയുന്നു, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. സൂറത്ത് നൂഹിലെ 28-ാമത്തെ ആയത്തിൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വീട്ടിൽ സത്യവിശ്വാസിയായിക്കൊണ്ട് പ്രവേശിച്ചവർക്കും സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും പുറത്തു തരയണമേ. അക്രമികൾക്ക് നഷ്ടമല്ലാതെ നീ വർദ്ധിപ്പിക്കുകയും ചെയ്യരുതേ എന്ന് ഇതാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ്. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന റബ്ബനഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഞങ്ങളുടെ രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വിചാരണ നിലവിൽ വരുന്ന ദിവസം നീ പുറത്തു തരയണമേ. ഇതാ അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിക്കുകയാണ് സത്യവിശ്വാസികൾക്കും വിശ്വാസികൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുവാൻ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. സൂറത്ത് മുഹമ്മദ് 19-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അറിയണം, തീർച്ചയായും ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല. അതുകൊണ്ട് നീ നിന്റെ പാപത്തിൽ നിന്ന് പാപമോചനം തേടുക. സത്യവിശ്വാസികൾക്ക് വേണ്ടിയും വിശ്വാസിനികൾക്ക് വേണ്ടിയും പാപമോചനം തേടുക എന്നത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. സ്വാലിഹീങ്ങളായ അടിയാറുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്ത്. അതിനുശേഷം അവർക്ക് ശേഷം വന്ന ആളുകൾ അവരിങ്ങനെ പറയുന്നവരാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരയണമേ. ഞങ്ങളുടെ ഈമാൻ കൊണ്ട് ഞങ്ങളെ മുൻകടന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ എന്നവർ പ്രാർത്ഥിക്കുന്നവരാണ് എന്നും പടച്ചതമ്പുരാൻ എടുത്തു പറഞ്ഞു. അതുകൊണ്ട് വിശ്വാസികൾ പ്രാർത്ഥനയിൽ മറ്റുള്ള ആളുകളെ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനകളിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹു ആ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്, വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇങ്ങനെ പറയുക, എൻ്റെ രക്ഷിതാവേ, എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ സൂറത്ത് ഇസ്രായിലെ 24-ാമത്തെ ആയത്തിൽ പടച്ചതമ്പുരാൻ പറയുന്നുണ്ട്. അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഇസ്തിഗ്ഫാർ അതവർക്ക് ഉപകാരപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ന റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്നതി. ഇതാ ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിലുള്ള അവൻ്റെ പദവി ഉയർത്തപ്പെടും. അപ്പോൾ അവൻ ചോദിക്കും, അന്നാ ഹാദാ, ഇതെവിടെ നിന്നാണ്? ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം എനിക്ക് കിട്ടിയല്ലോ, പിന്നെ കൂടുതലായിട്ട് ഇതെവിടെ നിന്നാണിപ്പോൾ? ആ സമയത്ത് പറയപ്പെടും, ബിഇസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തത് കൊണ്ടാണിത് എന്ന് പറയപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സൂറത്ത് ഇബ്രാഹീമിലെ 41-ാമത്തെ ആയത്തിൽ കാണാം, റബ്ബനഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികളായ ആളുകൾക്കും വിചാരണയുടെ നാളിൽ നീ പുറത്തു തരണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായും ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാറിന് ധാരാളം ഉപകാരങ്ങളുണ്ട്, ധാരാളം ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്ന്, നമ്മുടെ പാപങ്ങളൊക്കെ അതിലൂടെ പൊറുക്കപ്പെടും. പാപങ്ങൾ പൊറുക്കപ്പെടുകയും മായ്ക്കപ്പെടുകയും ചെയ്യും. ഫസ്തഗ്ഫിറൂലി അഗ്ഫിർ ലക്കും. ഹദീസിൽ കാണാമല്ലോ, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. അല്ലാഹു തആല പറഞ്ഞു, വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമ. സൂറത്ത് നിസായിലെ 110-ാമത്തെ ആയത്തിൽ പടച്ചതമ്പുരാൻ പറഞ്ഞു, ആരെങ്കിലും വല്ല തിന്മയും പ്രവർത്തിക്കുകയോ
തന്നോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്യുകയും പിന്നീട് അവൻ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ അവൻ അള്ളാഹുവിനെ വളരെ പൊറുക്കുന്നവനായും കരുണാനിധിയായും കണ്ടെത്തുന്നതാണ്. അതുപോലെ ഇസ്തിഗ്ഫാറിൻ്റെ ഗുണങ്ങളിൽപ്പെട്ട മറ്റൊരു സംഗതിയാണ് ശിക്ഷ തടയപ്പെടുക എന്നത്, അദാബിൽ നിന്ന് രക്ഷപ്പെടുക എന്നത്. അല്ലാഹു തആല പറഞ്ഞു, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. സൂറത്ത് അൻഫാൽ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു തആല അവരെ ശിക്ഷിക്കുന്നതല്ല, അവർ പൊറുക്കലിനെ തേടുന്നവരായിരിക്കെ, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരിക്കെ, ഒരു സമൂഹം അവിടെ ഉണ്ടായിരിക്കെ അല്ലാഹു തആലയുടെ ശിക്ഷാ നടപടികൾ അവിടെ ഇറങ്ങുന്നതല്ല എന്നാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്. മറ്റൊന്ന്, ഇസ്തിഗ്ഫാറിൻ്റെ ഉപകാരം ഗുണങ്ങളിൽപ്പെട്ട ഒന്ന്, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ അതെല്ലാം നീങ്ങുകയും നമുക്ക് റിസ്ക് നൽകപ്പെടുകയും എല്ലാ കുടിസുകളിൽ നിന്നും തുറസ്സായി കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതുപോലെയാണ് മഴ വർഷിക്കുക എന്നതും ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടുന്ന കാര്യമാണ്. സന്താനങ്ങളുണ്ടാവുക, അതുപോലെ തന്നെ സമ്പത്തുണ്ടാവുക, നമ്മളുടെ സസ്യലതാദികൾ മുളക്കുക, വെള്ളമുണ്ടാവുക, ഇതൊക്കെയും ഇസ്തിഗ്ഫാറിലൂടെ കിട്ടുന്ന ഗുണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ മുമ്പ് ഓതിയ ആയത്ത് തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിൽ അല്ലാഹു തആല അദ്ദേഹം തൻ്റെ സമുദായത്തോട് പറഞ്ഞ കാര്യം പറയുന്നുണ്ടല്ലോ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ എന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പൊറുക്കലിനെ ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ നാഥൻ അധികമായി പൊറുക്കുന്നവനാകുന്നു. അവൻ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് കോരിച്ച ജീവ സമൃദ്ധമായി മഴ വർഷിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് സന്താനങ്ങളും സമ്പത്തുക്കളെയും അവൻ കൂടുതലായി നൽകുകയും നിങ്ങളുടെ തോട്ടങ്ങളും ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യുമെന്നൊക്കെ പടച്ചതമ്പുരാൻ അറിയിച്ചു. അപ്പോൾ ഇത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞതായി അല്ലാഹു തആല എടുത്തു പറയുകയാണ്. അപ്പോൾ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചാൽ, ഇസ്തിഗ്ഫാറുകൾ നടത്തിയാൽ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ ഇതുപോലെയുള്ള ഗുണങ്ങളൊക്കെ ഫലങ്ങളൊക്കെ അതിലൂടെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞ കാര്യം ഖുർആൻ സൂറത്ത് ഹൂദിൽ 52-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുകയും പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ, എന്നാൽ അവൻ നിങ്ങൾക്ക് ആകാശത്ത് അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ എല്ലാ സമയത്തും മതം അനുവദിച്ച സംഗതിയാണ്. ചില സമയത്ത് പ്രത്യേകമായി നിർവഹിക്കേണ്ടതുണ്ട്, അതിന് പ്രത്യേകമായ പ്രതിഫലങ്ങളുമുണ്ട്. അതിനാൽ ഏത് സമയത്തും നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. ആരാധനാകർമ്മങ്ങളിൽ നിന്ന് വിരമിക്കുന്ന സമയത്താണെങ്കിലും അതല്ലാത്ത സമയത്താണെങ്കിലും ഇസ്തിഗ്ഫാറുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആരാധനാകർമ്മങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഒക്കെ വന്നാൽ അത് ഇസ്തിഗ്ഫാർ കൊണ്ട് പരിഹരിക്കും. അതിനാണല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ 5 നമസ്കാരങ്ങളുടെ ശേഷം ഇസ്തിഗ്ഫാറുകൾ നിർവഹിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രാത്രിയിൽ ഖിയാമുൽ ലൈൽ നമസ്കാരത്തിൻ്റെ ശേഷം അല്ലാഹു തആല മുത്തഖികളെ കുറിച്ച് പറഞ്ഞത്, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ. സൂറത്ത് ദാരിയാത്തിലെ 17-18 ആയത്തുകളിൽ അല്പസമയമായിരുന്നു രാത്രിയിൽ നിന്ന് അവർ ഉറങ്ങാറുള്ളത്. നിശാന്ത്യ സമയങ്ങളിലാകട്ടെ, രാത്രിയുടെ അന്ത്യവേളകളിൽ, അന്ത്യാമങ്ങളിൽ അവർ പാപമോചനം തേടുകയും ചെയ്തിരുന്നു. അല്ലാഹു തആല വീണ്ടും പറഞ്ഞു, വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അന്ത്യയാമങ്ങളിൽ, രാത്രിയുടെ അന്ത്യവേളകളിൽ പാപമോചനം തേടുന്നവരും ഇവരാണ് സൂക്ഷ്മത പാലിക്കുന്നവർ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ ഹജ്ജിൻ്റെ രംഗത്ത് അറഫയിൽ നിന്ന് ഒഴുകുന്ന സമയം ആളുകൾ പോകുമ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട്, സുമ്മ അഫീദൂ മിൻ ഹൈസു അഫാദന്നാസ് വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് നിങ്ങളും ഒഴുകുക,
നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായിട്ടും പടച്ചതമ്പുരാൻ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു മജ്ലിസിൽ നമ്മൾ ഇരുന്നാൽ ആ സദസ്സ് വിട്ടു പോരുന്ന സമയത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കഫാറത്തുൽ മജ്ലിസ് എന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അതും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജലസ ഫീ മജ്ലിസിൻ ഫകസറ ഫീ ലഗതുഹു ഫഖാല ഖബല അൻ യഖൂമ മിൻ മജ്ലിസിഹി, ഒരാൾ ഒരു സദസ്സിലിരിക്കുകയും എന്നിട്ട് അധികമായി സംസാരിക്കുകയും ചെയ്താൽ, അബദ്ധങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അവൻ ആ സദസ്സിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഇങ്ങനെ പറയട്ടെ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അങ്ങനെ പറഞ്ഞാൽ ഇല്ലാ ഗുഫിറ ലഹു മാ കാന ഫീ മജ്ലിസിഹി ദാലിക്, ആ സദസ്സിൽ വെച്ച് അവനുണ്ടായ ആ വീഴ്ചകൾ അവന് പൊറുക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ നമ്മളുടെ പ്രായത്തിൻ്റെ അവസാനത്തിൽ ഇതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ഖുർആൻ പറഞ്ഞൊരു സംഗതിയുണ്ട്. എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇതാ അല്ലാഹുവിൻ്റെ സഹായം വന്നെത്തിയാൽ, വിജയവും വന്നെത്തിയാൽ നിനക്കാളുകളെ കാണാം, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായവർ കടന്നു വരുന്നതായി കാണാം. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ നിൻ്റെ രക്ഷിതാവിനെ സ്തോത്രം ചെയ്യുക, അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവനോട് നീ പൊറുക്കലിനെ തേടുക. തീർച്ചയായിട്ടും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് എന്ന് ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞതായി നമുക്ക് കാണാം. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇന്നാ കുന്നാ നഅദ്ദു ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദി മിഅത മറത്തിൻ. ഇതാ ഞങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ സദസ്സിൽ, ഒരൊറ്റ സദസ്സിൽ തന്നെ 100 പ്രാവശ്യം ഞങ്ങൾ ഇപ്രകാരം എണ്ണിയിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നത് എന്താണ്? റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബിഗ്ഫിർലി, അല്ലാഹുവേ നീ എന്നോട് പൊറുക്കണമേ, വതുബ് അലയ്യ എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണം, ഇന്നക അന്തത് തവ്വാബുർ റഹീം, തീർച്ചയായിട്ടും നീ പശ്ചാത്താപം സ്വീകരിക്കുന്ന കാരുണ്യവാനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ സദസ്സിൽ വെച്ച് തന്നെ പ്രവാചകൻ്റെ ഞങ്ങൾ 100 തവണ അത് എണ്ണിയിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിമൻ വജദ ഫീ സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. ഒരാളുടെ ഏടിൽ, മലക്കുകളെ രേഖപ്പെടുത്തുന്ന ഏടുണ്ടല്ലോ, ഒരാളുടെ ഏടിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ കണ്ടെത്തിയാൽ അവന് മംഗളം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുക. പല രൂപത്തിൽ ഇസ്തിഗ്ഫാറിൻ്റെ വാക്കുകൾ വന്നിട്ടുണ്ടല്ലോ, അസ്തഗ്ഫിറുല്ലാഹ് എന്നും അതുപോലെ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്നും അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം, അല്ലെങ്കിൽ റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുൽ ഗഫൂർ എന്നൊക്കെയുള്ള വാചകങ്ങളിലൂടെ ഇസ്തിഗ്ഫാറിൻ്റെ വാചകം നമുക്ക് കാണാൻ സാധിക്കും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിൻ്റെ സയ്യിദ്, നേതാവ് എന്ന് അറിയപ്പെടുന്ന ഒരു ദുആയുണ്ടല്ലോ. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇങ്ങനെ പറയലാണ്, അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പ്രാർത്ഥന. ഇത് ആരെങ്കിലും പകൽ സമയത്ത് മൂക്കിനം ബിഹാ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ, അവൻ ആ സമയത്ത് ദിവസത്തിൽ മരിച്ചാൽ, വൈകുന്നേരമാകുമ്പോൾ മരിച്ചാൽ അവൻ സ്വർഗാവകാശികളിൽപ്പെട്ടവനാകുന്നു. വമൻ ഖാലഹാ മിനൽ ലൈൽ, ആരെങ്കിലും ഈ വാക്ക്, ഈ പ്രാർത്ഥന
പ്രാർത്ഥന, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉറച്ച വിശ്വാസത്തോടുകൂടെ വഹുവ മൂഖിനും ബിഹാ, ഉറച്ച വിശ്വാസത്തോടുകൂടെ ദൃഢമായവൻ പറഞ്ഞാൽ ഫമാ തഖബൽ അൻ യുസ്ബിഹ്, പ്രഭാതമാകും മുമ്പ് അവൻ മരിച്ചാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശികളിൽപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക, ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ ചെയ്യുക. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാകട്ടെ, ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാകണം ഇസ്തിഗ്ഫാറുകൾ നിർവഹിക്കേണ്ടത്. പാപങ്ങൾ വർജിക്കുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക, സംഭവിച്ചു പോയതിൽ ഖേദിക്കുക, സൽക്കർമ്മങ്ങൾ പിന്തുടരുക. എങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് വിജയിക്കുവാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും സാധിക്കും. ആ നിലക്ക് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.